ഇപ്പോൾ നമ്മോടൊപ്പം ബെന്നി മാത്യു BJP ബെന്നി മാത്യു കൂടി ചേരുകയാണ്. ബെന്നി, എന്താണ് നഗരസഭയിൽ സംഭവിക്കുന്നത്? ഈ അധ്യക്ഷയും ഉപാധ്യക്ഷയും എന്തിനാണ് രാജിവെച്ചത്? അല്ല, അത് ഭരണ സംവിധാനത്തിൽ ഭംഗിയായിട്ട് കാര്യങ്ങൾ പോകാൻ വേണ്ടി മാറ്റിയെന്നേ ഉള്ളൂ, അല്ലാതെ രാജിവെച്ചെന്നേ ഉള്ളൂ, അല്ലാതെ അങ്ങനെ മാറ്റുമോ? നിങ്ങൾ അവിശ്വാസത്തെ പേടിച്ചാണ് രാജിവെച്ചതെന്നാണല്ലോ കേൾവി. ഒരിക്കലല്ലോ, ഭൂരിപക്ഷം ഞങ്ങൾക്കുണ്ടല്ലോ. പിന്നെ എന്താണ് ഈ അധ്യക്ഷയും ഉപാധ്യക്ഷയും ഒരുമിച്ച് രാജിവെക്കുന്ന എന്ത് പ്രതിസന്ധിയാണ്? ഇപ്പൊ BJP ഭരണത്തിൽ പ്രതിസന്ധി ഉണ്ടോ? അല്ല, ഞങ്ങളല്ലല്ലോ പ്രതിസന്ധി പറഞ്ഞു, അവിടുത്തെ പ്രതിപക്ഷം ഇത് കൊണ്ടുവന്നു, ഞങ്ങളുടെ ഒരാൾ അതിനകത്ത് ഒപ്പിട്ടു, അതുകൊണ്ട് പിന്നെ അവിശ്വാസം വന്നു, അത്രേ ഉള്ളൂ. അല്ല, നിങ്ങളുടെ ഒരാൾ അതിലേക്ക് ഒപ്പുവെക്കുന്നു, അപ്പോൾ അതൊരു പ്രതിസന്ധിയാണ്. അത് BJPയുടെ ഭരണപരമായ പ്രതിസന്ധി ഉണ്ടെന്ന് താങ്കൾ തന്നെ സമ്മതിക്കുന്നു. അതുകൊണ്ടാണ് അധ്യക്ഷ ഉപാധ്യക്ഷൻ രാജിവെക്കുന്നത്. പ്രതിപക്ഷ ആവശ്യത്തിനനുസരിച്ചാണോ രാജിവെച്ചത്? എന്താണ് BJPയുടെ വെർഷൻ? അല്ല, പിന്നെ ഞങ്ങൾക്കൊരു പാർട്ടിയുണ്ട്, BJP എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട്. ഉണ്ട്, അറിയാം. തീർച്ചയായിട്ടും. അപ്പം പാർട്ടി എല്ലാ സംവിധാനങ്ങളും ചേർന്നാണല്ലോ, അപ്പം തീർച്ചയായിട്ടും അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവര് സ്വയം രാജിവെച്ചു, അത് പാർട്ടി അനുവാദം തന്നു, രാജിവെച്ചോളം പറഞ്ഞു, അടുത്ത ആളിനെ തെരഞ്ഞെടുക്കും. അല്ല, ബെന്നി മാത്യു പറഞ്ഞതിൽ വ്യക്തത കുറവുണ്ട്. കാരണം നിങ്ങൾക്ക് 18 അംഗങ്ങളുള്ള ഭൂരിപക്ഷമുള്ള ഒരു നഗരസഭയാണ്. പാലക്കാടിന് ശേഷമുള്ള BJPയുടെ ഏക നഗരസഭ എന്ന് പറയാം, പന്തളം. അപ്പോൾ ആ പന്തളത്ത് 18 അംഗങ്ങളുള്ള സ്ഥിതിക്ക് എന്തിനാണ് ഒരു അവിശ്വാസ പ്രമേയം വരുമ്പോൾ നിങ്ങൾ അധ്യക്ഷയും ഉപാധ്യക്ഷയും രാജിവെക്കാൻ പറയുന്നത്? എന്താണ് അവിടുത്തെ പ്രശ്നം? അല്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടല്ലല്ലോ. ഒരാൾ നമ്മുടെ കൂടെ നിന്ന് ഒരാൾ അവിടെ അതിനകത്ത് അവിശ്വാസത്തിൽ ഒപ്പിട്ടപ്പോൾ എല്ലാവരും ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥാനത്ത് ഒരാൾ വെക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഞങ്ങൾ മാതൃക കാണിച്ചു കൊടുത്തത്. മാതൃകയാണ് കാണിച്ചു കൊടുത്തത്. അല്ല, എന്താണ് അയാൾ മാതൃക എന്ന് പറയുന്നത്? അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുകയും അത് വോട്ടിടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതങ്ങനെ വോട്ടിടുകയും അതിനുശേഷം നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റുമെങ്കിൽ അതാണ് ജനാധിപത്യ പ്രക്രിയ. ഇത് അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്ന ദിനം ഈ നിങ്ങളിൽ ഒരാൾ ഒപ്പിട്ടു എന്നതുകൊണ്ട് അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്ന ദിനം തന്നെ എങ്ങനെയാണ് അധ്യക്ഷ ഉപാധ്യക്ഷ? അല്ല, നമ്മള് ഈ ഒരു അവിശ്വാസം എന്ന് പറയുമ്പോൾ അതിനകത്ത് ആവശ്യമില്ലാതെ നമ്മളൊരു രാഷ്ട്രീയ ഇത് ഉണ്ടാക്കേണ്ട കാര്യങ്ങളില്ല. അത് അവര് സ്വയമേ അതിനകത്തേക്ക് പോകാതെ അവർക്ക് ഒരാൾ ഒരു അവിശ്വാസം പറഞ്ഞ ഞങ്ങളുടെ രീതി അതാ. ഒരാൾ ഒരു അവിശ്വാസം പറഞ്ഞു, അല്ലെങ്കിൽ ഒരാൾ പിന്നെ ഒരാൾ ഒപ്പിടുമെങ്കിൽ അയാൾ ആ ചെയർപേഴ്സണോട് അല്ലെങ്കിൽ വൈസിനോടുള്ള താല്പര്യക്കുറവല്ലേ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് അവര് അതിന്റെ ആവശ്യകത. ഈ ഒപ്പിടുന്നതിന് മുമ്പ് ഇപ്പൊ KV പ്രഭ അടക്കം നിരവധി പ്രശ്നങ്ങൾ നഗരസഭയ്ക്കെതിരെ പറഞ്ഞല്ലോ. അന്നൊന്നും ഇത് കണക്ക് രാജിക്ക് നിങ്ങൾ മുതിർന്നില്ലല്ലോ. മാത്രമല്ല, ഈ അധ്യക്ഷയെ തെരഞ്ഞെടുത്തത് തന്നെ എതിർപ്പുകൾ ഉണ്ടായിരുന്നല്ലോ. അന്നൊന്നും ഇതുപോലെ ഒരു നടപടി സ്വീകരിച്ചില്ലല്ലോ. ഇപ്പോഴെന്താണ് ശ്രീ ബെന്നി? അങ്ങനെ നമ്മളെ ഒരാള് ചുമ്മാതെ ഒരു വർത്താനം പറയുന്ന പോലല്ല ഒരു രേഖയിൽ ഒപ്പിടുക എന്ന് പറയുന്നത്. വർത്താനം പറയുന്നത് നമ്മള് വർത്തമാനമല്ലല്ലോ, ഇതൊക്കെ എതിർപ്പുകളും വിയോജിപ്പുകളും. അത് സ്വാഭാവികമല്ലേ, എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും ഉണ്ടല്ലോ എതിർപ്പുകൾ. വേണം, പക്ഷെ ആ എതിർപ്പിനെ അതിജീവിക്കണ്ടേ എല്ലാ രാഷ്ട്രീയ കക്ഷികളും? അതിജീവിക്കാൻ തയ്യാറല്ലാതെ പെട്ടെന്ന് രാജിവെക്കുന്നു. അല്ല, പെട്ടെന്ന് രാജിവെക്കുന്നു പറഞ്ഞാൽ അഭിമുഖീകരിക്കല്ല. അവിടെ ഒരു വിഷയം ഒരാള് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് മാന്യത. BJP മാന്യതയുടെ ഭാഗമായി ഈ അധ്യക്ഷയും ഉപാധ്യക്ഷയും രാജിവെച്ചതാണ്. അത്രേ ഉള്ളൂ. BJPയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് അവർ രാജിവെച്ചത് അല്ലേ? എന്തോ അല്ലല്ല, BJPയുടെ നിർദ്ദേശപ്രകാരം അവർ സ്വയമേ രാജിവെച്ചപ്പോൾ BJP അതിനെ അംഗീകാരം കൊടുത്തു. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ആണെങ്കിൽ വേണ്ട, അടുത്ത ആളിനെ എടുത്തോട്ട്, വിഷയമില്ലല്ലോ. ഭൂരിപക്ഷം ഉണ്ടല്ലോ, പന്തളം നഗരസഭയിൽ BJPക്ക് ഭൂരിപക്ഷം ഉണ്ട്. ശരി, അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ. ബെന്നി മാത്യു ആണ് നമ്മളോട് BJPയുടെ നിലപാടുകൾ പറഞ്ഞത്.